ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 7-ാം ദിവസം ഉടമ്പടി. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 14-15 അധ്യായങ്ങളും, ജോബിൻ്റെ പുസ്തകം 3-4 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. അബ്രാഹമിന് കർത്താവിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതും അബ്രാഹവുമായി കർത്താവ് ഒരു നിത്യ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതും ഇന്നത്തെ ദിവസം നമ്മൾ വായിക്കുന്നു. കർത്താവിൻ്റെ വെളിപ്പെടുത്തലിനുള്ള വിശ്വാസം മൂലം അബ്രാഹമിന് നീതീകരണം ലഭിക്കുന്നതും ഭാവിയിൽ അബ്രാഹമിൻ്റെ സന്തതി പരമ്പരയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നതും ഇന്നേ ദിവസത്തെ തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. അബ്രാഹമും മെൽക്കിസദേക്കും. ഷീനാർ രാജാവായ അമ്രാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദോർലാവോമർ, ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ കാലത്ത് സോദോം രാജാവായ ബേറ, ഗൊമോറോ രാജാവായ ബിർഷ, അത്മ രാജാവായ ഷീനാബ്, സെബോയീം രാജാവായ ഷെമബർ, ബേലായുടെ അതായത് സോവാറിൻ്റെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഉപ്പുകടലായ സിദ്ദിമിൻ്റെ താഴ്വരയിൽ ഇവരെല്ലാം സഖ്യത്തിലായി. ഇവർ 12 വർഷം കേദോർലാവോമറിനെ സേവിച്ചു. എന്നാൽ 13-ാം വർഷം അവർ കലാപമുയർത്തി. 14-ാം വർഷം കെദോർലാവോമറും കൂടെയുണ്ടായിരുന്നവരും എന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത്ത്, കർണാമിയയിൽ റാഫാഫകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവക്കിരായത്തീമിൽ യമീമുകളെയും സെയിർ മലകളിൽ ഹോരികളെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാരാൻ വരെ എത്തി. അവർ പിന്തിരിഞ്ഞ് എൻമിഷ്പാത്തിൽ അതായത് കാദേശിൽ ചെന്ന് അമലേക്കുകളുടെ നാട് മുഴുവനും നശിപ്പിച്ചു. ഒപ്പം ഹസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും. അപ്പോൾ സോദോം രാജാവ്, ഗൊമോറ രാജാവ്, അത്മ രാജാവ്, സെബോയിം രാജാവ്, ബേലായിലെ അതായത് സോവാറിലെ രാജാവ് എന്നിവർ പുറപ്പെട്ട് സിദ്ദിമിൻ്റെ താഴ്വരയിൽ യുദ്ധത്തിനൊരുങ്ങി. ഏലാം രാജാവായ കെദോർലാവോമർ, ഗോയിം രാജാവായ തിദാൽ, ഷീനാർ രാജാവായ അമ്രാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ. സിദ്ദിമിൻ്റെ താഴ്വര മുഴുവൻ കീലു നിറഞ്ഞ കുളങ്ങളായിരുന്നു. പിന്തിരിഞ്ഞോടിയപ്പോൾ സോദോമിലെയും ഗൊമോറായിലെയും രാജാക്കന്മാർ അതിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗൊമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും അവർ കവർന്നുകൊണ്ടുപോയി. അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തോടുകൂടെ അവർ പിടിച്ചുകൊണ്ടുപോയി. അവനപ്പോൾ സോദോമിൽ പറക്കുകയായിരുന്നു. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ
അബ്രാമിനെ വിവരമറിയിച്ചു. അവനപ്പോൾ എഷ്കോലിൻ്റെയും അനേറിൻ്റെയും സഹോദരൻ അമോര്യനായ മാമ്രയുടെ ഓക്കുമരത്തോപ്പിനടുത്ത് താമസിക്കുകയായിരുന്നു. അവർ അബ്രാമിൻ്റെ ഉടമ്പടിയിൽ പങ്കാളികളായിരുന്നു. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് അബ്രാം കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ 318 പേരെ വേർതിരിച്ചെടുത്ത് ദാൻ വരെ പിന്തുടർന്നു. അവനും അവൻ്റെ സേവകരും രാത്രി വിവിധ ഗണങ്ങളായി തിരിഞ്ഞ് അവരെ ആക്രമിച്ചു. ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ അവൻ അവരെ പിന്തുടർന്നു. അവൻ സർവ്വസമ്പത്തും തിരികെ കൊണ്ടുവന്നു. കൂടാതെ അവൻ്റെ സഹോദരൻ ലോത്തിനെയും അവൻ്റെ സമ്പത്തും ഒപ്പം സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. കെദോർലാവോമെറയെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് അവൻ മടങ്ങി വന്ന ശേഷം അവനെ സന്ദർശിക്കാൻ സൊദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെത്താഴ്വരയിലേക്ക് പുറപ്പെട്ടു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അദ്ദേഹം അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്താൽ അബ്രാം അനുഗ്രഹീതൻ. നിന്റെ എതിരാളികളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവൻ എല്ലാറ്റിൻ്റെയും ദശാംശം അദ്ദേഹത്തിന് കൊടുത്തു. സൊദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് തരുവിൻ, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടമയായ അത്യുന്നത ദൈവം എന്ന കർത്താവിങ്കിലേക്ക് ഞാൻ എൻ്റെ കരമുയർത്തുന്നു. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിക്കാൻ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ നിൻ്റേതായ ഒന്നും തന്നെയോ ഞാൻ എടുക്കുകയില്ല. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്ന ആളുകളുടെ പങ്കുമൊഴിയെ ആനർ, എഷ്കോൽ, മാമ്രെ എന്നിവർ തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. അധ്യായം 15. ദൈവവും അബ്രാമും തമ്മിൽ ഉടമ്പടി. ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം ഭവിച്ചു: അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, എൻ്റെ നാഥനായ കർത്താവേ, അങ്ങെനിക്ക് എന്താണ് തരിക? ഞാനിപ്പോഴും സന്താനരഹിതനായി തന്നെ കഴിയുന്നു. ദമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീടിൻ്റെ കാര്യസ്ഥൻ. തുടർന്ന് അബ്രാം പറഞ്ഞു, നോക്കൂ, എനിക്കൊരു സന്താനത്തെ അങ്ങ് തന്നിട്ടില്ല. ഇതാ എൻ്റെ ഭവനത്തിലെ ഒരംഗമായിരിക്കും എൻ്റെ അനന്തരാവകാശി. അപ്പോൾ അവന് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: അവനല്ല നിൻ്റെ അനന്തരാവകാശിയാകുന്നത്, പ്രത്യുത നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അനന്തരാവകാശിയാകും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുക, അവയെ എണ്ണാൻ നിനക്ക് കഴിയുമെങ്കിൽ. അവിടുന്ന് തുടർന്ന് അവനോട് പറഞ്ഞു, അതുപോലെയായിരിക്കും നിൻ്റെ സന്തതിയും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അത് അവിടുന്ന് അവന് നീതിയായി പരിണമിക്കുകയും ചെയ്തു. അവിടുന്ന് തുടർന്ന് അവനോട് അരുൾ ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, എൻ്റെ നാഥനായ കർത്താവെ, ഇത് ഞാൻ അവകാശമാക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് അവനോട് പറഞ്ഞു, 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്, 3 വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും പ്രാവിൻ കുഞ്ഞിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം അവിടത്തേക്കായി കൊണ്ടുവന്ന് അവ നെടുകെ പിളർന്ന് കഷ്ണങ്ങൾ നേർക്കുനേർ വെച്ചു. എന്നാൽ പക്ഷികളെ അവൻ പിളർന്നില്ല. ജഡത്തിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാമിൻ്റെ മേൽ ഒരു ഗാഢനിദ്ര പതിച്ചു. ഇതാ, കൂരിരുളാർന്ന ഒരു ഭീതി അവൻ്റെ മേൽ നിപതിക്കുന്നു. അപ്പോൾ കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നീ ഇത് ഉറപ്പായും അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്തതി തങ്ങളുടേതല്ലാത്ത നാട്ടിൽ പ്രവാസികളായിരിക്കും. അവർ അക്കൂട്ടർക്ക് വേല ചെയ്യും. അവരാകട്ടെ 400 കൊല്ലം അവരെ കഷ്ടപ്പെടുത്തും. എന്നാൽ അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും.
അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീയാകട്ടെ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വാർദ്ധക്യ തികവിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ചപ്പോൾ കനത്ത അന്ധകാരമുണ്ടായി. ഇതാ പുകയുന്ന തീച്ചൂളയും ജ്വലിക്കുന്ന തീനാളവും ആ കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ആ ദിവസം തന്നെ കർത്താവ് അബ്രാമുമായി ഇപ്രകാരം ഉടമ്പടി ചെയ്തു: നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെയുള്ള കേന്യർ, കെനീസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരീസ്യർ, റഫായിം, അമോര്യർ, കാനാന്യർ, ഗിർഗാഷ്യർ, ജബൂസ്യർ എന്നിവരെ തന്നെ. ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ജോബിൻ്റെ പ്രാരംഭ പ്രഭാഷണം. അതിനുശേഷം ജോബ് അധരം തുറന്ന് തൻ്റെ ദിനത്തെ ശപിച്ചു. ജോബ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രിയും നശിക്കട്ടെ. ആ ദിവസം അന്ധകാരമാകട്ടെ. ഉന്നതത്തിൽ നിന്ന് ദൈവം അതിനെ പരിഗണിക്കാതിരിക്കട്ടെ. വെളിച്ചം അതിൻ്റെ മേൽ ശോഭിക്കാതിരിക്കട്ടെ. അന്ധകാരവും മരണനിഴലും അതിനെ അവകാശപ്പെടുത്തട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. സൂര്യഗ്രഹണങ്ങൾ അതിനെ ഭയപ്പെടുത്തട്ടെ. ആ രാത്രിയെ കൂരിരുൾ ഗ്രസിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളിൽ അത് ചേരാതിരിക്കട്ടെ. മാസങ്ങളുടെ ഗണനത്തിൽ അത് വരാതിരിക്കട്ടെ. ആ രാത്രി ഇതാ വന്ധ്യമായി പോകട്ടെ. അതിൽ ആനന്ദഘോഷം കടക്കാതിരിക്കട്ടെ. ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. ലിവിയാഥാനെ ഇളക്കിവിടാൻ കഴിവുള്ളവരാണല്ലോ അവർ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ. ഇല്ലാത്ത പ്രകാശത്തിനു വേണ്ടി അത് കാത്തിരിക്കട്ടെ. പുലരിയുടെ കൺപോളകളിൽ അത് ദൃശ്യമാകാതിരിക്കട്ടെ. എൻ്റെ മാതൃഗർഭവാതിൽ അത് അടച്ചില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ദുരിതം മറച്ചില്ല. എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ മരിക്കാതിരുന്നത്? ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ഞാൻ ഒടുങ്ങാതിരുന്നത്? മുഴങ്കാലുകൾ എന്നെ സ്വീകരിച്ചതെന്തിന്? എനിക്ക് കുടിക്കാൻ മുലപ്പാൽ എന്തിനായിരുന്നു? എങ്കിൽ ഞാൻ കിടന്ന് ഇപ്പോൾ ശാന്തി അടയുമായിരുന്നല്ലോ. അങ്ങനെ ഉറങ്ങി എനിക്ക് വിശ്രമിക്കാമായിരുന്നല്ലോ. നഷ്ടാവിശിഷ്ടങ്ങൾ തങ്ങൾക്കായി പുനർനിർമ്മിച്ച രാജാക്കന്മാരോടും ഭൂമിയിലെ ഉപദേഷ്ടാക്കളോടുമൊപ്പം, അഥവാ സ്വർണമുള്ളവരും തങ്ങളുടെ വീടുകൾ വെള്ളി നിറച്ചവരുമായ പ്രഭുക്കന്മാരോടൊപ്പം, അഥവാ എന്തുകൊണ്ട് ഞാൻ മറവ് ചെയ്ത ചാപിള്ള പോലെയായില്ല, വെളിച്ചം കാണാത്ത ശിശുക്കളെ പോലെയും. അവിടെ ദുഷ്ടരുടെ ഉപദ്രവം അവസാനിക്കുന്നു. ക്ഷീണിതർ അവിടെ വിശ്രമം കൊള്ളുന്നു. തടവുകാർ ഒന്നുപോലെ അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവർ കേൾക്കുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ തൻ്റെ യജമാനന്മാരിൽ നിന്ന് സ്വതന്ത്രനാണ്. കഷ്ടപ്പെടുന്നവന് വെളിച്ചവും തപ്താത്മാവിന് ജീവിതവും എന്തിനു കൊടുക്കണം? അവർ മരണം വാഞ്ചിക്കുന്നു, എന്നാൽ അതൊട്ടില്ലതാനും. ഗുപ്തനിധിയേക്കാൾ അതിനെയാണ് അവർ തേടി നടക്കുന്നത്. ആനന്ദ കൊടുമുടിയിൽ സന്തോഷിക്കുന്നവർ ശവകുടീരം കണ്ടെത്തുന്നത് കൊണ്ടത്രേ ആഹ്ലാദിക്കുന്നത്. വഴിമറയ്ക്കപ്പെട്ട മനുഷ്യന് തൻ്റെ പിന്നിലായി ദൈവം വേലി കെട്ടിയവന് പിന്നെന്ത്? എൻ്റെ അപ്പത്തിനു മുമ്പിൽ എത്തുന്നത് എൻ്റെ നെടുവീർപ്പല്ലോ, ജലം പോലെ ഒഴുകുന്നത് എൻ്റെ ഞരക്കങ്ങളും. എന്തെന്നാൽ ഞാൻ ഭയപ്പെട്ടത് എനിക്ക് വന്നുകൂടുന്നു, ഞാൻ പേടിച്ചിരുന്നത് എനിക്ക് സംഭവിക്കുന്നു. എനിക്ക് സ്വസ്ഥതയില്ല, ശാന്തിയുമില്ല, എനിക്ക് വിശ്രമമില്ല, ഉപദ്രവം വന്നുകൊണ്ടുമിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം. എലിഫാസിൻ്റെ 1-ാം പ്രഭാഷണം. അപ്പോൾ തേമാൻകാരനായ എലിഫാസ് മറുപടിയായി പറഞ്ഞു: ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് പ്രയാസം തോന്നുമോ? എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും? ഇതാ, നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. കാലിടറിയവനെ നിൻ്റെ വാക്കുകൾ താങ്ങി നിർത്തി, മടങ്ങിയ മുട്ടുകൾ നീ ശക്തിപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നീ പരീക്ഷീണനായി, ഇത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി. നിൻ്റെ ഭക്തിയല്ലേ നിൻ്റെ ആത്മധൈര്യവും നിൻ്റെ പ്രത്യാശയും നിൻ്റെ വഴികളുടെ നിഷ്കളങ്കതയും?
ഓർത്തു നോക്കൂ, ഏത് നിർദോഷിയാണ് നാശമടഞ്ഞിട്ടുള്ളത്? എവിടെയാണ് ധർമ്മിഷ്ഠൻ തിരോഭവിച്ചിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടുള്ളതനുസരിച്ച് അനർത്ഥം ഒഴുകുന്നവരും കഷ്ടത വിതയ്ക്കുന്നവരും അതുതന്നെ കൊയ്യും. ദൈവത്തിൻ്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു. അവിടുത്തെ കോപക്കാറ്റിൽ അവർ ഒടുങ്ങുന്നു. സിംഹത്തിൻ്റെ അലർച്ചയും മൃഗേന്ദ്രൻ്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു. ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു. സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു. ഒരു വചനം രഹസ്യത്തിൽ എൻ്റെ പക്കലെത്തി. അതിൽ നിന്നുള്ള മർമ്മരം എൻ്റെ ചെവി പിടിച്ചെടുത്തു. ഗാഠനിദ്ര ആളുകളുടെ മേൽ പതിച്ചപ്പോൾ നിശാദർശനങ്ങൾ ഉണർത്തുന്ന അസ്വസ്ഥ ചിന്തകളാൽ ഭീതിയും ഞെടുക്കവും എന്നെ പിടികൂടി. എൻ്റെ അസ്ഥികളാകെ പ്രകമ്പനം കൊണ്ടു. ഒരു ദേഹി എൻ്റെ മുഖം ഉരുമിക്കടന്നുപോയി. എൻ്റെ ശരീരം രോമാഞ്ചമണിഞ്ഞു. അത് നിശ്ചലമായപ്പോഴാകട്ടെ അതിൻ്റെ ദൃശ്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ കൺമുമ്പിൽ ഒരു രൂപമുണ്ടായിരുന്നു, ഒരു നിശബ്ദത. അപ്പോൾ ഞാൻ ഒരു സ്വരം ശ്രവിച്ചു. മർത്യൻ ദൈവത്തേക്കാൾ നീതിമാനാകുമോ? മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനേക്കാൾ ശുദ്ധിയുള്ളവനാകുമോ? നോക്കൂ, തൻ്റെ ദാസരിലും അവിടുത്തേക്ക് വിശ്വാസമില്ല. തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം ആരോപിക്കുന്നു. അങ്ങനെ തന്നെയാണ് കളിമൺപുരകളിൽ വസിക്കുന്ന പൊടിയിൽ തങ്ങളുടെ അടിസ്ഥാനമുള്ള ചിതലിനേക്കാൾ മുമ്പേ ചതഞ്ഞരയുന്നവരുടെ കാര്യവും. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ തകർക്കപ്പെടുന്നു. ആരാലും പരിഗണിക്കപ്പെടാതെ അവർ നിത്യമായി നശിക്കുന്നു. അവരിലെ ചരട് നീക്കപ്പെടുകയല്ലേ? അവർ മരിക്കുന്നു, എന്നാൽ ജ്ഞാനത്തോടെയല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനപിതാവിൻ്റെ 1-ാം ഉപദേശം. എൻ്റെ മകനെ, നിൻ്റെ പിതാവിൻ്റെ ശിക്ഷണം ചെവിക്കൊള്ളുക. നിൻ്റെ മാതാവിൻ്റെ അധ്യാപനം നിരസിക്കരുത്. എന്തെന്നാൽ അവ നിൻ്റെ ശിരസിന് കൃപാലങ്കാരവും കണ്ഠത്തിന് പതക്കങ്ങളുമത്രേ. എൻ്റെ മകനെ, പാപികൾ നിന്നെ പ്രലോഭിപ്പിച്ചാൽ നീ വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, ഞങ്ങളോടൊത്ത് വരിക, രക്തത്തിനു വേണ്ടി നമുക്ക് പതിയിരിക്കാം. കാരണമില്ലെങ്കിലും നിഷ്കളങ്കന് വേണ്ടി നമുക്ക് കെണിയൊരുക്കാം. പാതാളം പോലെ നമുക്ക് അവരെ ജീവനോടെ വിഴുങ്ങാം. ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെ പൂർണ്ണമായി. വിലയേറിയ വിഭവം മുഴുവൻ നമ്മൾ കണ്ടെത്തും. കൊള്ള മുതൽ കൊണ്ട് നമ്മുടെ വീടുകൾ നിറയ്ക്കും. നിന്റെ നറുക്ക് നമുക്കിടയിൽ നീ വീഴ്ത്തണം. നമുക്കെല്ലാവർക്കുമായി ഒരു പണസഞ്ചി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മകനെ, നീ അവരുടെ വഴിയെ കൂടെ നടക്കരുത്. അവരുടെ പാതയിൽ നിന്ന് നിന്റെ കാൽ പിൻവലിക്കുക. അവരുടെ കാലുകൾ തിന്മയിലേക്കാണല്ലോ പായുന്നത്. ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. ഏതൊരു പക്ഷിയും കാൺകെ വലവിരിക്കുന്നത് വെറുതെയാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് തങ്ങളുടെ തന്നെ രക്തത്തിനു വേണ്ടിയാണ്. സ്വന്തം ജീവന് തന്നെ അവർ കെണിവെക്കുന്നു. ഇങ്ങനെയാണ് അന്യായമായ നേട്ടം കൊയ്യുന്ന ആരുടെയും മാർഗങ്ങൾ. അവർ തൻ്റെ യജമാനന്മാരുടെ ജീവനെടുക്കും.